ഹായ്, എങ്ങനെയുണ്ട്? വരാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ കയ്യിൽ കിട്ടിയാലൊരു ഫീലില്ലേ? ആ ഒരു ഫീല് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ പോകുന്ന കുറച്ച് കറന്റ് അഫയേഴ്സ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഉറപ്പുള്ള കുറച്ച് മാർക്കുകൾ നേടാൻ റെഡിയായിക്കോളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. നമ്മൾ ആദ്യം കേരളത്തിലെ വാർത്തകൾ നോക്കും, പിന്നെ പതിയെ നാഷണൽ ലെവലിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും പോകും. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളും നിയമനങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു മിന്നൽ പിണർ പോലെ ഒരു റിവിഷനും അവസാനം നിങ്ങളെ സ്വയം ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ചോദ്യങ്ങളും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലെ കേരളത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷ എഴുതുന്നവർക്ക് ഈ ഒരു ഭാഗം മിസ് ചെയ്യാനേ പറ്റില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നുള്ളത് മാറ്റി കേരളം എന്നാക്കാൻ പോവുകയാണ്. അതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് കേന്ദ്ര സർക്കാർ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പരീക്ഷയ്ക്കുള്ള ചോദ്യം വരുന്നത്. ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് പാർലമെന്റിന് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാൻ അധികാരം കിട്ടുന്നത്? മറക്കരുത്, ആർട്ടിക്കിൾ 3. ഇത് നോട്ട് ചെയ്തു വെച്ചോളൂ. അടുത്ത പോയിന്റ്, ഇത് വരാനിരിക്കുന്ന പരീക്ഷയിലെ ഒരു ഉറപ്പായ ചോദ്യമാണ്. കേരള നഗരനയം. എന്താ ഇതിന്റെ പ്രത്യേകത എന്നല്ലേ? സ്വന്തമായിട്ടൊരു ഏർബൻ പോളിസി, അതായത് നഗരനയം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്നോ? വിഷൻ 2050. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ പേരക്കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുന്ന അടിപൊളി നഗരങ്ങൾ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തു തുടങ്ങുന്നു. ഇനി കുറച്ച് വൺ ലൈനർ പോയിന്റ്സ് പെട്ടെന്ന് നോക്കിപ്പോകാം. 12ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചു. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. പിന്നെ ടൈഡൽ ഫ്ലഡിംഗ്, അതായത് വേലിയേറ്റം കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഇനി മുതൽ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ, അതായത് സംസ്ഥാന ദുരന്തമായി കണക്കാക്കും. അവസാനമായി തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അതായത് CTCRI, വികസിപ്പിച്ച പുതിയ ചേമ്പിനത്തിന്റെ പേര് മറക്കരുത്, ജാമുനി. ഇതിലെ ഓരോന്നും ഓരോ മാർക്കിനുള്ള ചോദ്യമാണ്. നമ്മുടെ KS സ്മാർട്ടിന് ഒരു കിടിലൻ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് KS സ്മാർട്ട് എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. അതായത് നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെയുള്ള സേവനങ്ങൾ മൊബൈൽ ഫോണിൽ കിട്ടുന്ന ആ സംഭവം. അതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഗവേണൻസ് പുരസ്കാരം കിട്ടിയത്. രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാണിത്. ഈ നമ്പർ കണ്ടോ? 25%. നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത, അതായത് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA, 22%-ൽ നിന്ന് 25%-ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ ആകാമല്ലേ? ഓക്കെ, അപ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് നേരെ നാഷണൽ ലെവലിലേക്ക് പോകാം. രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട പോളിസികളും പദ്ധതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് പ്രഹാർ. ഈ പേര് കേൾക്കുമ്പോഴേ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ? എന്തായിരിക്കും ഈ സംഭവം? ഒന്ന് ഗസ് ചെയ്യാമോ? അതെ, ഇതാണ് ഉത്തരം. പ്രഹാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ദേശീയ ഭീകരവിരുദ്ധ നയമാണ്. അതായത് നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് കൊണ്ടുവന്നത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ചാണ്. നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ ഒരു കുഞ്ഞൻ സാധനമില്ലേ, ചിപ്പ്. നമ്മൾ ഇത്രയും കാലം അത് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യയുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ സെമി കണ്ടക്ടർ ചിപ്പുണ്ടാക്കുന്ന ഫാക്ടറിക്ക് തറക്കല്ലിട്ടു. സിമ്പിളായി പറഞ്ഞാൽ, ചിപ്പ് വാങ്ങാൻ കടയിൽ പോകുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ടൊരു 5 സ്റ്റാർ ബേക്കറി തുടങ്ങുന്നു. ഇനി മറ്റു ചില നാഷണൽ സ്കീമുകൾ പെട്ടെന്ന് നോക്കാം. റെയിൽ ടെക് പോളിസി, പേരിൽ തന്നെയുണ്ട്, റെയിൽവേ ട്രാക്കുകൾ മോഡേൺ ആക്കാൻ. പിന്നെ മനാവ് എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയവിള ക്യാൻസർ തടയാനുള്ള HPV വാക്സിൻ സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ റേഷൻ വിതരണത്തിനായിട്ട് ഒരു പുതിയ ഡിജിറ്റൽ ഫുഡ് കറൻസിയും വരാൻ പോകുന്നു. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക്, അതായത് ലോകവേദിയിലേക്കൊന്ന് നോക്കാം. ഗ്ലോബൽ ലെവലിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? ഈയൊരു വാചകം അതേപടി മനപ്പാഠം ചെയ്തോളൂ. പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം, അതായത് സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം ഇന്ത്യ-ഇസ്രായേൽ ബന്ധം ഈ ഒരു പുതിയ ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്.
അതോടൊപ്പം 17 സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. അടുത്തത് വജ്രപ്രഹാര 2026. ഇത് ഓർക്കാൻ വളരെ എളുപ്പാണ്. ആകെ 3 പോയിന്റ്സ് ഓർത്താ മതി. ഇതാരൊക്കെ തമ്മിലുള്ള സൈനികാഭ്യാസമാണ്? ഇന്ത്യയും അമേരിക്കയും. എത്രാമത്തെ എഡിഷനാണ്? 16ാമത്തത്. എവിടെ വെച്ചാണ് നടന്നത്? ഹിമാചൽ പ്രദേശിലെ ബക്ലോയില്. ഇനി വജ്രായുധം ആരുടെ കയ്യിലാ? ഇന്ദ്രന്റെ. അതേറ്റവും ശക്തമായ ആയുധമല്ലേ? അതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായൊരു മിലിറ്ററി എക്സസൈസാണ് വജ്രപ്രഹാർ. എളുപ്പാവല്ലേ ഓർക്കാൻ? റെഡി. ഇനി നമ്മൾ അവാർഡുകളുടെയും നിയമനങ്ങളുടെയും ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് കടക്കുകയാണ്. പരീക്ഷകളുടെ ഇഷ്ടവിഭവങ്ങളാണ് ഈ ഭാഗം. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഈ കാണുന്ന ടേബിളിന്റെ ഒരു മെന്റൽ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചോളൂ. 2026 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദനാണ്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകനായ മലയൻകീഴ് ഗോപാലകൃഷ്ണനും. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയിക്ക് കിട്ടി. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ, 26. എന്താ ഈ നമ്പറിന് ഇത്ര പ്രത്യേകത? ഇത് വെറുമൊരു നമ്പറല്ല, പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്നൊരു തരം ചോദ്യമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 26 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ഈയിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട നിയമനം എന്തായിരുന്നു? അതെ, ഇതാണ് ഉത്തരം. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നിയമിതനായി. ഇതോർത്തു വയ്ക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. 100 കോടി ജനങ്ങളുടെ ഇലക്ഷൻ നടത്തണമെങ്കിൽ എന്തു വേണം? നല്ല ജ്ഞാൻ വേണം, അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ CC ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇതൊരു 100% ഷുവർ ക്വസ്റ്റ്യനാണ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. തലയ്ക്കകട്ടെല്ലാം കേറിയോ അതോ കൺഫ്യൂഷനായോ? പേടിക്കണ്ട, നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. റെഡിയല്ലേ? നമുക്ക് വേഗത്തിലൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നു. ആർട്ടിക്കിൾ 3. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ പോളിസി കൊണ്ടുവന്നത് കേരളം. വിഷൻ 2050. പ്രഹാർ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഭീകരവിരുദ്ധ നയം. വജ്രപ്രഹാർ ആരംഭത്തിലാണ്? ഇന്ത്യയും USA-യും. ഇന്ത്യയുടെ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. പത്മപ്രഭ പുരസ്കാരം ആർക്കാണ്? എം മുകുന്ദൻ. എല്ലാം ഓർമ്മ വന്നില്ലേ? ശരി, ഇനി നിങ്ങളുടെ ഊഴമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മനസ്സിൽ പറയാൻ ശ്രമിക്കണം. റെഡിയല്ലേ? ഇതാ ആദ്യത്തെ ചോദ്യം. കുറച്ചു മുൻപ് നമ്മൾ പറഞ്ഞതേയുള്ളൂ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ചേമ്പിനത്തിന്റെ പേരെന്തായിരുന്നു? ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. ഉത്തരം ജാമുനി. ശരിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അതെ, ഗ്യാനേഷ് കുമാർ. പ്രഹാർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ നയം എന്തായിരുന്നു? ദേശീയ ഭീകരവിരുദ്ധ നയം. അവസാന ചോദ്യം. വജ്രപ്രഹാർ സൈനികാഭ്യാസത്തിൽ ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യമേതാണ്? USA. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.